ഹലോ, ഇതെന്താ അറിയോ, എൻ്റെ ഫ്രണ്ട് സർപ്രൈസായിട്ട് വിസിറ്റ് ചെയ്താട്ടോ അവിടേക്ക്. ഒരു ക്ലൂ പോലും തന്നില്ല. കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, 5 മിനിറ്റ് മുമ്പ് വിളിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. അവൾ അങ്ങനെ എന്നെ കാണാൻ തോന്നി അവൾ ഓടിയെത്തും. അങ്ങനെ അവളൊക്കെ വന്ന് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അവളെ യാത്ര അയച്ചു. അതിനുശേഷം ഏട്ടൻ കടയ്ക്ക് പോയിട്ടില്ല കേട്ടോ. കാരണം ആൾ മിഞ്ഞാന്ന് കോഴിക്കോട് ടെമ്പിളിൽ പോയിട്ട് ഇന്നലെ നൈറ്റാണ് വന്നത്. ഇന്ന് മണ്ടേത്തെ ഒരു വ്ളോഗാണ് ഇട്ടത്. അപ്പോൾ ആൾ വടക്കഞ്ചേരി പോയി കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നത് കിളിമീനാട്ടോ. അത് നന്നായി ചെറുതാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞ ശേഷം കുറച്ച് ഉപ്പ് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ തേങ്ങ ഇല്ലേ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് നരയേണ്ട ചെറുതായും ചതച്ചെടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുടംപുളി കുറച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച ശേഷമാണ് ഇതിലിങ്ങനെ വെള്ളം കാണുന്നത് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് രസം ഉണ്ടാക്കാം കേട്ടോ. രസം ഞാൻ പറഞ്ഞത് സിമ്പിൾ രസമാണ് കേട്ടോ. കടുകും ഉലിയും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചെറുള്ളിയും പച്ചമുളകും കറിവേപ്പില മല്ലിയിലേക്ക് ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. തക്കാളി രസം ഉണ്ടാക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മുളക് പുറത്തുള്ളി ഒരു സംഭവം ഉണ്ട്, എനിക്ക് അതാട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷേ ഏട്ടനാണെങ്കിൽ ഈ സംഭവം ഇഷ്ടം, രസമാണ് ഇഷ്ടം. അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീൻ പീര, ഈ കട പിന്നെ മീൻ പീര റെഡിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് അങ്ങനെ അടച്ച് വെച്ച് ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്നും കൂടി ആവട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്കല്ല കേട്ടോ കുറച്ച് മത്തി വറക്കട്ടെ. 2 മത്തിയും ഒരു കിളിമീനും. മത്തിക്ക് ഇപ്പോൾ കിലോ 300 രൂപയുണ്ട്. കുറേ നാളായി മത്തി വാങ്ങിയിട്ട് 5-6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ മത്തി അങ്ങനെ ആവുന്ന ടൈമിലാകുമ്പോഴേക്കും നമ്മുടെ രസം ഇവിടെ റെഡിയാക്കിയിട്ടു. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഏട്ടനാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മളതേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ രസം. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ മത്തിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ട് ഞങ്ങളൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഹാളിൽ ഈ മുകളിൽ നിന്ന് കഴിച്ചാൽ കേട്ടോ എനിക്ക് സമാധാനം. TV കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. എനിക്ക് എന്താ അങ്ങനെ കഴിച്ചിട്ട് ശ്വാസം മുട്ടിലാട്ടോ. എനിക്ക് ആ പാത്രം മടിയിൽ വെച്ച് കഴിക്കില്ലേ, എന്നാലും ഒരു ഹാപ്പിനെസ്സും ചോറും കണ്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാനിതാ രസം ഒഴിച്ചിട്ടുണ്ട്. ഇതാ ഒരു മത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പീര ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കഴിക്കട്ടെ. ആ രസത്തിൻ്റെ ആ പുളിയും മത്തി കുറേ നാളായി കിട്ടിയതിൻ്റെ ഒരു എന്താ പറയുക ഒരു കൊതിയും മത്തിയിൽ മറ്റേ നെയ്യ് എന്താ പഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ മുട്ടല്ലേ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. സംഭവം ഉഷാറായിട്ടുണ്ട്. കിടുവാണ്. അപ്പോൾ അതാ ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ മീൻ മുട്ട കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ, സി യു, ടാറ്റാ.